ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളും സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അങ്ങനെ എല്ലായിടത്തും നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നല്ലേ. അപ്പോൾ ഒരുപാട് വ്യൂ പോയിൻറ്റും അതുപോലെ തന്നെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഒരു സ്ഥലത്തേക്ക്, അതായത് നമ്മുടെ സ്വന്തം പൈതൽ മല കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞ പിന്നെയാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് കാർ എടുത്തിട്ട് ഇറങ്ങി, എന്നിട്ട് നേരെ കാക്കാനും ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ബൈക്ക് എടുത്തിട്ടാണ് നമ്മൾ പോയത്. അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഉണ്ടായിരുന്നത് ബൈക്കിൽ പോകുന്നത്. രാവിലെ നമ്മൾ ഇറങ്ങിയ ടൈമിൽ അത്ര വലിയ മഴയൊന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു ഇളം വെയിലൊക്കെ ആയിട്ട് ഒരു അടിപൊളി ക്ലൈമറ്റോട് കൂടിയിട്ടുള്ളൊരു വൈബാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് നാസ്തിയൊന്നും കഴിക്കാണ്ട് ഇറങ്ങിയിട്ടുണ്ടായത്. ഒടുവള്ളി തട്ടിലെത്തിയിട്ട് അവിടെ ഒരു നല്ല ഹോട്ടലിൽ കയറിയിട്ട് ഒരു ചായയും കടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ നേരെ വിടുമ്പോഴാണ് ഓർത്തത്, സാനിറ്റൈസർ വാങ്ങിയിട്ടില്ല, അത് സ്പ്രേ ചെയ്താൽ അട്ട പോവും പോലും. എന്നാൽ പിന്നെ അതും കൂടി വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ഒരു ഷോപ്പിൽ നിർത്തി അതും നമ്മൾ വാങ്ങിയിട്ടുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ഫ്രണ്ട്സ്, അതായത് കാക്കാൻ്റെ ഫ്രണ്ട്സും കൂടി നമ്മളോട് ജോയിൻ ആയിട്ടുണ്ട്. അവർ കുറച്ച് ലേറ്റ് ആയിന് വരാൻ വേണ്ടിയിട്ട്. പകുതി എത്തിയപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തു. ഇനിയാണ് മക്കളെ കളി. അങ്ങനെ നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ട് ജെന്നൂട്ടിന് ഒരു റെയിൻകോട്ടൊക്കെ വാങ്ങി. പിന്നെ ഞാൻ കുറച്ച് അവിടുന്ന് ഒരു പ്രഹസനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. മഴയത്ത് ഇതേപോലെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഒരു യാത്ര, അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടാ. ഒരു ജംഗ്ഷൻ എത്തിയപ്പോഴേക്കും മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ടായി. നല്ലൊരു അടിപൊളി ക്ലൈമറ്റാണ് അന്നേരം ഉണ്ടായിന്. ഇനി പൈതൽ മല കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അവിടേക്കില്ല പോക്കാന്നിട്ടാ ഈ പോകുന്നത്. അവിടെ എത്തുമ്പോൾ നല്ലൊരു അടിപൊളി കാഴ്ച കണ്ടത്. കാരണം കുറച്ച് പിള്ളേഴ്സ് വന്ന കാറ് ലോക്കായിപ്പോയി, കീ അതിനകത്തായിട്ട്. നമ്മുടെ മുബാസ് വീരനായകനായി പോയിട്ട് ആ കാറ് അൺലോക്കാക്കി കൊടുത്തിട്ടുണ്ടായിട്ടാ. അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടോക്കിക്കോ. വണ്ടിയുടെ താക്കോല് വെട്ടിട്ട് നമ്മുടെ മുബാസിയുടെ ഹീറോ ആയി വന്നിട്ടുണ്ട്. ഹീറോ നമ്മൾ പൈതൽ മല കയറാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അട്ടയിലുണ്ടാവും മിക്കവാറും, അടിച്ചു വരിക്കലായിരിക്കും, ഒന്നും അറിയില്ല. പൈതൽ മല കയറാൻ പോവുകയാണ്. ഹലോ അട്ട കടിക്കൽ ഇപ്പൊ ആരല്ല Yes.
അട്ടക്കറിയില്ല. നമ്മളിപ്പോ പൈതൽമല തളരുത് രാമൻകുട്ടി, തളരുത്. രാവിലെ 8 മണിക്ക് പുറപ്പെട്ടു. പൈതൽമലക്ക് പണിക്ക് ആവുന്നില്ല, പറ്റുന്നില്ല. അട്ട കടിച്ചു ഗൈസ്. ഓ മൈ ഗോഡ്. യൂസ് ഇപ്പോ നേരത്തെ പാമ്പ് പിടിക്കോ അട്ട. മടിയൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പറ്റുന്നില്ല. അല്ലാ അല്ല മോനെ ധാരാമാരെ കാറല്ലേ നമ്മള്. ഫോൺ അടിച്ചു പോകുന്നൊന്നും അറിയില്ല മഴ നനഞ്ഞിട്ട്. ഒരുപാട് നടന്നിട്ട് വന്നു നമ്മള്. അങ്ങനെ നമ്മൾ കാഴ്ചകൾ ഇതാ. ഞാൻ തരട്ടാ, നീ ബാക്കിൽ ക്യാമറ. ഹലോ ഗൈസ്, ഞങ്ങൾ ഏകദേശം ഹലോ ഗൈസ്. നല്ല അടിപൊളി മഴയും കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അതാ ഇതുപോലെ അഡ്വഞ്ചർ ആയിട്ട് ഇങ്ങനൊരു മല കയറല് അതൊരു അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ. 2.5 മണിക്കൂറിന് മേലെ എടുത്തിന് നമ്മൾ ഈ മലയൊന്ന് കയറി തീർക്കാൻ. അപ്പാപ്പനും അമ്മാവനും സൺഡേ ആയതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, ഒരുപാട് ആൾക്കാരുണ്ടായിനി മല കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ കയറുന്ന ടൈമിലാണ് ഒരുപാട് ആൾക്കാർ തിരിച്ച് റിട്ടേൺ മല ഇറങ്ങി വരുന്നുണ്ട്. മിക്കവാറും അവർ രാവിലെ വന്ന് കയറിയവരാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ പറയാം എത്താനായി എത്താനായി എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ കയറി അവസാനം അതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്.
സെന്നോട്ടിന് പിന്നെ നടക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാവരുടെയും കയ്യിലാണ് അവനുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും മഴയൊക്കെ കൊണ്ട് ഒരു വിധമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഫീല് അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അവിടെ ആ മേലെ എത്തിക്കഴിഞ്ഞിട്ടില്ല, ആ ഒരു തണുത്ത കാറ്റും ആ ഒരു മഴയും അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്, ഫീൽ ചെയ്തിട്ട് അറിയണം. ഞാൻ ആദ്യമായിട്ടാണ് ഈ പൈതൽമലയിലേക്ക് വരുന്നത്. അവിടെ പ്രത്യേകിച്ച് കാണാനുള്ള കാഴ്ച എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഈ വിശാലമായി കിടക്കുന്ന ഒരു മലനിരയും അതിനോട് ഇങ്ങനെ കോടമഞ്ഞൊക്കെ വരുന്നത്. പക്ഷേ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തായാലും അതൊന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ചിട്ട് ഈ മഴ ടൈമിലൊക്കെ പോകുമ്പോൾ അത് അടിപൊളിയായിരിക്കും. കുറച്ച് ടൈം പിന്നെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കരുതി മലയിറങ്ങാന്ന്. കാരണം മഴയൊക്കെ പെയ്തത് കൊണ്ട് ആകെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുണ്ടായ വഴിയൊക്കെ. അപ്പോൾ എന്തായാലും ഒരു 2 മണിക്കൂറിന് മേലെ തിരിച്ചിറങ്ങാനും വേണമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ പിന്നെ മല ഇറങ്ങാനുള്ള പരിപാടിയായി പിന്നെ ഉണ്ടായത്. മലേൻ്റെ മുകളിലെത്തി കുറച്ച് കഴിഞ്ഞ പാടന്നെ നമ്മൾ സെന്നുക്കുട്ടൻ നല്ല ഉറക്കമുണ്ടായിന്. അതുകൊണ്ട് പിന്നെ അവനവിടെ നിലത്തൊന്നും ഇറക്കി വിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവൻ ഫുൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായി. നാട്ടിലേക്ക് എങ്ങനെ താഴേക്ക് എത്തല് അറിയില്ല, പഠിച്ചോnkക്കറിയാം എങ്ങനെ എത്തല് അല്ലേ, എങ്ങനെ എത്തലറിയില്ല. നല്ല റിസ്ക് ഉണ്ടായിന് മല ഇറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം വഴിയൊക്കെ ആകെ ഡേഞ്ചർ ആയിട്ട് ഉണ്ടായിന്. ഒന്നാമത് സെന്നൂട്ടനും കൂടി കൂട്ടിയോണ്ട് ആകെ റിസ്ക് എടുത്ത് ഒരു പണി വിട്ടിട്ടാണ് നമ്മളൊന്ന് മലയിറങ്ങി കിട്ടിയത്. അങ്ങനെ അവിടെ നിന്നും തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ടിൽ കയറിയിട്ടുണ്ടായിന്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ആകെ നനഞ്ഞ് കുളിച്ചൊരു വകയായിട്ടുണ്ടായിന്. അതുകൊണ്ട് നമ്മൾ ആ കഫേൻ്റെ പുറത്തായി ഇരുന്നിട്ടുണ്ടായത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ച് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി കാറൊക്കെ എടുത്തിട്ട് അങ്ങനെ ഫൈനലി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.